ഭ്രാങ്കാസുരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടി കുന്നിൻ മുകളിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആരോ ചിരിക്കുന്നത് കേട്ടു. അസുരൻ ഉടനെ അയാളോട് അനാദരവോടെ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ആൺകുട്ടിയാണെങ്കിലും അവൻ ഒരു സാധാരണ മുതിർന്ന ആളല്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പ്രഭാഷണത്തിൽ സമയം കളയാതെ ഒരു യുദ്ധത്തിന്റെ തുടക്കം പ്രഖ്യാപിക്കാൻ ഭ്രൂങ്കാസുരൻ കാഹളം മുഴക്കി. തുടർന്നുണ്ടായ സംഘർഷം ലോകത്തെ മുഴുവൻ നടുക്കി. ഇരുവശത്തു നിന്നും എയ്ത അമ്പുകളുടെ ശബ്ദം യുദ്ധകളത്തിൽ പ്രതിധ്വനിച്ചു. 7-ാം ദിവസം ചാത്തന്റെ വലതുകൈയുടെ ചെറുവിരലിൽ അമ്പ് തുളച്ചുകയറിയതിനെ തുടർന്ന് രക്തം നിലത്തു വീണു. 400 കുട്ടിച്ചാത്തന്മാർ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ഒരേ രൂപത്തിലുള്ളവരായതിനാൽ യഥാർത്ഥ ചാത്തനെ തിരിച്ചറിയുക അസാധ്യമായിരുന്നു. ഇതിൽ ആശയക്കുഴപ്പത്തിലായ ഭ്രങ്കാസുരൻ ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച 10 അതുല്യ അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നിലത്തു പതിക്കാതിരിക്കാൻ ചാത്തന്മാരിൽ ഒരാൾ ഈ പ്രത്യേക അസ്ത്രങ്ങൾ ഓരോന്നും പിടിച്ചു വിഴുങ്ങി. ഇത് ചെയ്യുന്നതിലൂടെ തങ്ങളുടെ നേതാവായ ശ്രീ ചാത്തൻ സ്വാമി വിജയിക്കുമെന്ന് ഉറപ്പു നൽകാൻ അവർ സ്വയം പ്രതിജ്ഞാബദ്ധരായി. അതുല്യമായ അസ്ത്രങ്ങൾ അവസാനിപ്പിച്ചു. 2 വടികൾ എതിർദിശകളിൽ നിന്ന് അസുരന്റെ നെഞ്ചിലേക്ക് അടുക്കുകയും 2 വടികളിൽ നിന്നുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ അസുരൻ സഹിക്കാൻ കഴിഞ്ഞില്ല. വേദന സഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട അസുരൻ ശരീരം 2ആയി വിഭജിക്കുകയും ചെയ്തു. ശ്രീ ചാത്തൻ സ്വാമി താൻ അവതാരമെടുത്ത ദൗത്യം പൂർത്തിയാക്കി തന്റെ അനുയായികളുടെ സംരക്ഷകനായി തുടർന്നു.